ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഫേസ് പാക്കിനെ പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക്, അതായത് നലങ്കുമാവ് ഫേസ് പാക്ക് കേട്ടോ. ഫേസ് പാക്ക് മാത്രമല്ല, അത് ഒരു ബോഡി വാഷ് പൗഡർ കൂടിയാണ്. നമ്മൾ ഈ ഒരു ബോഡി വാഷ് പൗഡർ തേച്ച് ഡെയിലി കുളിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അത് തന്നെയില്ല, സ്കിന്നിൽ ഉണ്ടാവണ ഈ ചൊറിച്ചിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഈ ചുണങ്ങ് അങ്ങനത്തെ പോലെ സ്കിൻ ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറി കിട്ടും കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ള ഫേസ് പാക്ക് ഉണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയാം കേട്ടോ. എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു 90% സംഭവങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഒറിജിനൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടാട്ടോ ചെയ്യണം. അപ്പോൾ ഞാനിതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ ഫേസ് ബ്രൈറ്റ് ആയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫേസ് ഒരിക്കലും ബ്രൈറ്റ് ആവാൻ പോകണില്ല കേട്ടോ. അത്രയ്ക്കധികം റിസൾട്ട്, നമ്മൾ ഒരു ഞെട്ടിക്കുന്ന റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇതെന്ന് പറഞ്ഞാൽ മരിക്കുളന്ത്, പിന്നെ ചെറുപയർ, പിന്നെ മസൂർ ദാൽ, നമ്മുടെ ബദാം, മഞ്ചിഷ്ട, ഇത് ചെമ്പരത്തിപ്പൂവ്, പരിപ്പ്, പിന്നെ ഉണ്ടല്ലേ ഇത്രയും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇത് വേമ്പാടപ്പട്ട, മറ്റേ ഉലുവ, പിന്നെ റൈസ്, ഇത്രയും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇതല്ല കേട്ടോ. ഇത് കൂടാതെ ഇനി നമുക്ക് ഓറഞ്ച് പീലിൽ കിട്ടിയില്ല, ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അതിന് പകരം അതിൻ്റെ പൗഡറായിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ചിഷ്ടയുടെയും പൗഡറാണ്, മഞ്ചിഷ്ടയല്ല, ഇരട്ടി മധുരത്തിൻ്റെ പൗഡറാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് ഒത്തിരി അധികം എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്കിന്നിന് കളർ വെക്കാൻ ഒത്തിരി നല്ലതാണ് ഈ ഇരട്ടി മധുരം. പിന്നെ നമുക്ക് വേറെ എന്ത് സാധനമാണ്, അതുപോലെ ചെറുനാരങ്ങയുടെ തൊലി ഉണക്കിയത്, അതും നമുക്ക് ഒറിജിനലില്ല. അതിലൊക്കെ നമ്മൾ ഇതിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വളരെ കുറച്ച് 2-3 ഐറ്റംസ് മാത്രമേ കേട്ടോ പൗഡർ ചേർത്ത് കൊടുക്കണുള്ളൂ. അതും നല്ല പൗഡറാണ് കേട്ടോ, നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പൗഡർ തന്നെയാണ്. പിന്നെ ഇത് ചന്ദനപ്പൊടിയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് വറുത്തിട്ട് വേണം കേട്ടോ ഇതൊക്കെ പൗഡറാക്കി എടുക്കാനായിട്ട്. പയറും പരിപ്പും ഇതെല്ലാം നമുക്ക്, ആവാരം പൂവ്, ഇതെല്ലാം നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല പണിയാണ്. അപ്പോൾ ഇത് ചെറിയൊരളവിൽ ഞാൻ ആദ്യം ചെയ്ത് നോക്കിയിട്ട് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് അന്ന് തുടങ്ങിയ ഇതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിലെപ്പോഴും. സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ വറുത്ത് പൊടിച്ച് ഒരു ഫേസ് പാക്ക് എന്ന് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ, ബോഡി വാഷ് ചെയ്യാനുള്ള ഒരു പാക്ക് കേട്ടോ. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഉണ്ടെങ്കിൽ, അത് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമല്ല, ആഴ്ചയിൽ 2-3 ദിവസം ചെയ്ത് അത്രയും നല്ലതാണ്. സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ബോഡിയിൽ തേച്ച് മസാജ് ചെയ്ത്, അതുപോലെ ഫേസിലും ഓൾ ഓവർ ബോഡിയിൽ തേച്ച് മസാജ് ചെയ്തിട്ട് ഈ പൗഡറും കൂടിയും തേച്ച് കുളിക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ട നമ്മുടെ സ്കിന്നിൻ്റെ കാര്യം. അത്രയധികം റിസൾട്ടായിരിക്കും കേട്ടോ. സ്കിന്നൊക്കെ നല്ല തിളങ്ങും, നല്ല സോഫ്റ്റ് ആവും, നല്ല കളർ വെക്കും. വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. അത്രയധികം റിസൾട്ടുള്ള ഒരു ഫേസ് പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബോഡി വാഷ് പൗഡർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പോൾ കുറേ പേരൊക്കെ ബോഡി വാഷ് ഇങ്ങനെയുള്ള പൗഡറൊക്കെ ഇട്ട് ചെയ്യാൻ മടിക്കണവരായിരിക്കുമല്ലോ. സോപ്പിൻ്റെ പതയൊക്കെ ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അത് ചെയ്യേണ്ട. അല്ലാതെ ബോഡി വാഷ് ചെയ്യാനൊക്കെ സമയവും അതിനോട് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ അതും കൂടി ചെയ്യണമെങ്കിൽ ഫേസും ബോഡിയൊക്കെ നല്ല കളറായി കിട്ടും കേട്ടോ. പിന്നെ ഇത് ഡെയിലി ഇത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കണം. അത് നമ്മുടെ ഫേസൊക്കെ ഈവൻ ടോണായിട്ട് ഇരിക്കും കേട്ടോ. ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പും കണ്ണിനടിയിലെ കറുപ്പും എല്ലാം മാറ്റി, മുഖത്ത് റിങ്കിൾസോ അതുപോലെ ഫേസ് സാഗ് ആവണ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ പ്രായം കേട്ടോ. അല്ലാതെ നമ്മുടെ പ്രായമൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, ആരും പേടിക്കണ്ട. ഏജൊക്കെ കൂടിയെന്ന് ഓർത്ത് ആരും പേടിക്കണ്ട കേട്ടോ. നമ്മളിങ്ങനെയുള്ള കറണ്ട് പോകാൻ പോകണം.
നമ്മൾ ഇങ്ങനെയുള്ള ഫേസ് പാക്കുകളൊക്കെ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഫേസിനൊന്നും ഒരു പ്രശ്നം വരില്ല കേട്ടോ. ചുളിവോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇല്ല, ഇതിങ്ങനെ വറക്കണേ സംഭവങ്ങളൊന്നും ഇപ്പോൾ ഞാൻ കാണിക്കണില്ല കേട്ടോ. അപ്പം ഞാനെല്ലാം വറുത്ത് പൊടിച്ചതിന് ഇത്തിരി ടൈം എടുക്കുമല്ലോ. ഇപ്പം തന്നെ സമയം ഇത്തിരി ഓവറായിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ പൊടിച്ചെടുത്തിട്ട് ഞാനത് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് വേണമെങ്കിലുണ്ടല്ലോ, ബോഡി വാഷ് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. ഒത്തിരി അളവിലൊന്നും ഇപ്പം ഉണ്ടാക്കണില്ല, എന്നാലും ഇതിൽ കൂടുതൽ അളവിൽ ചെയ്യണുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അളവിൽ ഞാനിവിടെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇത് കേരളത്തിൽ അങ്ങനെ അങ്ങോട്ട് ട്രെൻഡിങ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ ഇത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്, ബോഡി വാഷ് പൗഡറാണ് കേട്ടോ. അത് വർഷങ്ങളായിട്ട് അവർ ഉപയോഗിച്ച് വരുന്നതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ ഈ സംഭവം കൂടി ചേർക്കണുണ്ട് കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയിട്ടാ. രാമച്ചം, അതായത് വെട്ടിവേര് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതും കൂടി നമുക്കിനി കട്ട് ചെയ്തിട്ട് ഇതും പൊടിച്ചെടുക്കണം. നമുക്കിതിൻ്റെ ഫൈൻ പൗഡറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നല്ല ഇഴയടുപ്പമുള്ള ഇങ്ങനത്തെ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഇത് വീണ്ടും വീണ്ടും അരിക്കണം. നല്ല ഫൈൻ പൗഡറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടി പൊടിച്ചിട്ട്, ഇതൊന്നും വറക്കേണ്ട ആവശ്യമില്ലാത്ത സംഭവങ്ങളാണ്. ഇനിയിപ്പോൾ ഈ പരിപ്പ്, ഉലുവ, ചെറുപയർ, ബദാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വറക്കേണ്ട ആവശ്യമുള്ളൂ. ഇതൊക്കെ വറക്കാതെ തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. ഞാനിതൊന്നുകൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഒന്നുകൂടി അരിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് ആവാരപ്പൂ പൊടിച്ചതാണ് കേട്ടോ. സ്കിന്നിന് നല്ല കളർ വെക്കാൻ ബെസ്റ്റാണ് കേട്ടോ ഈ ആവാരം പൂവ്. മുഖക്കുരൊക്കെ മാറാനൊക്കെ ഇതിന് നല്ലതാണ്. അപ്പോൾ ഞാനിത് മസൂർ ദാലും മറ്റേ സാധാ പരിപ്പും വറുത്തെടുക്കണം കേട്ടോ. അത് ഇനി ഇതിൻ്റെ ഇപ്പോൾ ഇനി ബദാമും കൂടി വറക്കണം. ഇത് വറുത്ത് മാറ്റിയ ശേഷം ബദാം വറക്കണം. അതിന് ശേഷമാണ് നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത്. എല്ലാം ഒന്നും കാണിക്കാൻ സമയമില്ല കേട്ടോ. വീഡിയോ ഒത്തിരി അങ്ങോട്ട് ലോങ്ങായി പോവും. കുറേയൊക്കെ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ 2 തരം പരിപ്പുണ്ട്, ഇതിൽ ബദാമുണ്ട് കേട്ടോ. അത് ഒന്നുകൂടി നമുക്കിത് പൊടിച്ചെടുക്കാനുണ്ട്. എല്ലാം ഒന്ന് കാണിക്കൽ നടക്കൂല കേട്ടോ, കുറേയൊക്കെ കാണിക്കാം. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട നമ്മുടെ പരിശ്രമത്തിന് സമാപ്തിയായിരിക്കുന്നു ഗൈസ്. ഇത് ഞാൻ ഒന്ന് ചൂടാറാനൊക്കെ വേണ്ടിയിട്ടൊന്ന് നിരത്തിയിട്ടേക്കണായിരുന്നു കേട്ടോ. ഇത് 2-3 വട്ടം ഈ അരിപ്പയിലൊക്കെ അരിച്ചെടുത്തതാണ് കേട്ടോ. ഫൈൻ പൗഡറാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കണത്. അതെ, ഇത്രയും പൗഡറാണ്. നമുക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് തന്നെ ഇതൊക്കെ ബോട്ടിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം. ഇപ്പോൾ ഒത്തിരി സമയം വൈകി, ഒത്തിരി രാത്രി ഒത്തിരി വൈകി. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കണ പോലെ അത്ര സിമ്പിളല്ല. ഈ ആവാരം പൂവൊക്കെ പൊടിഞ്ഞ് കിട്ടണതെന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. ഒത്തിരി വട്ടം ഇങ്ങനെ പൊടിച്ച ശേഷമാണ് അതൊക്കെ കിട്ടിയത്. അപ്പോൾ നല്ല രീതിയിൽ ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് ബോട്ടിലേക്ക് മാറ്റണം. നല്ല എഫക്റ്റീവാണ് കേട്ടോ. എല്ലാവരും വാങ്ങി ഉപയോഗിച്ചോട്ടോ. നല്ല എഫക്റ്റീവാണ്. എൻ്റെ ഏതൊരു പ്രോഡക്ട്സും ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കസ്റ്റമറിലേക്ക് ഞാനത് എത്തിക്കാറുള്ളൂ കേട്ടോ.
അതുകൊണ്ട് തന്നെ എൻ്റെ ഓരോ പ്രോഡക്ട്സിനും നല്ല ഓർഡറും ഉണ്ട് കേട്ടോ. ഞാൻ നല്ലത് മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ കേട്ടോ. അപ്പം ഇത് വേഗം വാങ്ങി ഉപയോഗിച്ചോട്ടോ. ഞാൻ ഇപ്പോൾ നല്ല രീതിയിൽ ചൂടാറിയിട്ടുണ്ട്. ഞാനിത് ഒരു ബോട്ടിലെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കയ്യിൽ ക്യാമറ വയ്ക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഷെയ്ക്കാവുന്നുണ്ടല്ലേ. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫേസ് പാക്ക് ആൻഡ് ബോഡി വാഷ് പൗഡർ. ഞാനിനി ഓരോന്നും ഇനി ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാനായിട്ട്. ഒത്തിരി ലേറ്റായിട്ടാണ്. അപ്പം ഞാനിത് വേഗം ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.